സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ 48 മണിക്കൂർ കഴിഞ്ഞ ശേഷവും ചർച്ചയിൽ പ്രധാനമായും വരുന്നത് ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് എത്രത്തോളം പരിക്കേറ്റു എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് കൃത്യമായൊരു വിവരം ആർക്കുമില്ലെങ്കിലും ആണവ നിലയങ്ങൾക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു വയ്ക്കുവാനായിട്ട് പല മാധ്യമങ്ങളും ശ്രമിക്കുന്നുണ്ട്. ഈ വാർത്തയിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ഇതിനെ സംബന്ധിച്ച് 3 കക്ഷികളാണ് ഇതിനകത്ത് അഭിപ്രായം പറയേണ്ടത്. 1 ഇറാനാണ്, 2 ഇസ്രായേലാണ്, 3 അമേരിക്ക. ഇറാൻ പറയുന്നത് അവരുടെ ആണവ നിലയങ്ങൾക്ക് അപരിഹാര്യമായ തരത്തിലുള്ള പരിക്കേറ്റു എന്നാണ്. അപ്പം ഇറാൻ പറയുന്നത് അവരുടെ ആണവ നിലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്ന് തന്നെയാണ്. ഇസ്രായേൽ പറയുന്നതും അതുതന്നെയാണ്. അവരുടെ ആണവ നിലയങ്ങൾക്ക് ഒരു ബോംബുണ്ടാക്കാനുള്ള ശേഷി നഷ്ടപ്പെടുത്തത്തക്ക രീതിയിലുള്ള പരിക്ക് അവരുടെ ആണവ നിലയങ്ങൾക്ക് ഏൽപ്പിക്കാൻ സാധിച്ചു. അമേരിക്കയുടെ ചാരസംഘടനയായ CIA പറയുന്നത് അതുതന്നെയാണ്. പക്ഷെ പത്രങ്ങൾ സമ്മതിക്കില്ല. പത്രങ്ങൾ പറയുന്നത് ആദ്യത്തെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ ആക്രമണം കൊണ്ട് ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾ കൊണ്ട് റിപ്പയർ ചെയ്ത് തീർക്കാവുന്ന ചില പരിക്കുകൾ മാത്രമേ പറ്റിയിട്ടുള്ളൂ എന്നുള്ള, ഇത് വാസ്തവത്തിൽ ആദ്യം ചോർന്നു വന്ന ന്യൂസ് തന്നെയാണ്. നമ്മളും ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് അന്ന് ആക്രമണം കഴിഞ്ഞ ഉടനെ ആദ്യം പുറത്തു വന്ന ന്യൂസ് ആണവ നിലയങ്ങൾക്കുള്ള പരിക്ക് അത് അവർ ഉദ്ദേശിച്ച തരത്തിൽ അവർക്ക് ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു മിക്കവാറും ഒരു റൗണ്ട് ബോംബിംഗ് കൂടെ വേണ്ടിവരും എന്നുള്ളത്. അതുകൊണ്ടാണ് ആ യുദ്ധം കഴിഞ്ഞ് ഏകദേശം ഒരു 10-12 മണിക്കൂറിന് ശേഷമാണ് ഈ സീസ് ഫയറിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ വരുന്നത്. കാരണം ഒരു റൗണ്ട് ബോംബിംഗ് കൂടി ആവശ്യമായി വരുമോ എന്ന് സംശയമുള്ളത് കൊണ്ട് they have waited for some time. അപ്പോൾ അവർക്ക് കിട്ടിയ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ, കൺഫേമിംഗ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ, അവരുടെ ഫോർദോ കേന്ദ്രമായിക്കൊള്ളട്ടെ, നടാൻസ് ആയിക്കൊള്ളട്ടെ, അത് ബിയോണ്ട് റിപ്പയർ നശിപ്പിക്കപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ ലഭിച്ചതിന് ശേഷം മാത്രമാണ് വെടിനിർത്തൽ എന്നുള്ള സീസ് ഫയർ എന്നുള്ള ആ ഒരു ടേമിലേക്ക് അമേരിക്ക പോകുന്നത്. ഇത് കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു സംഗതിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഇത് കൃത്യമായി പ്ലാൻ ചെയ്തൊരു സംഗതിയാണ്. ഡേ 1 മുതൽ ഇസ്രായേൽ അവിടെ പ്രവേശിക്കുന്ന ദിവസം മുതൽ ഇത് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഒരു ടോട്ടലി കമ്പൈൻഡ് ഓപ്പറേഷനാണ്. അവർ തമ്മിൽ അറിയാതെ, തിരിച്ചറിയാതെ, സംസാരിക്കാതെ അവിടെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇസ്രായേൽ പ്രവേശിച്ച ദിവസം അമേരിക്ക പറഞ്ഞത്, ഇസ്രായേൽ ഞങ്ങളോട് പറഞ്ഞിട്ടാണ് പ്രവേശിച്ചത്, പക്ഷേ ഇസ്രായേലിൻ്റെ കൂടെ ഞങ്ങളില്ല. എന്താ കാരണം? ഇസ്രായേലിൻ്റെ കൂടെ ഞങ്ങളില്ല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ അസറ്റ്സിനെ അല്ലെങ്കിൽ അമേരിക്കൻ ബേസസിനെ ഇറാൻ ലക്ഷ്യം വെക്കരുത് എന്നതുകൊണ്ടാണ്. ഇറാൻ അത് ലക്ഷ്യം വെച്ചാൽ വലിയ കോൺസിക്വൻസ് ഉണ്ടാകുമെന്ന് അമേരിക്ക പറയുകയുണ്ടായി. വാസ്തവത്തിൽ അറബ് രാജ്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു നയമാണ് ഇതിനകത്ത് ട്രംപ് എടുത്തുള്ള ഏറ്റവും വലിയ പ്രിക്കോഷൻ. അറബ് രാജ്യങ്ങൾക്ക് ഒരു മുറിവും പറ്റരുത്. അവരുടെ നിലയങ്ങളെ, അവരുടെ ബേസുകളെ ഒന്നും ആക്രമിക്കാൻ ഇറാനെ കൊണ്ടാവില്ലെന്ന് അവർക്കറിയാം. ഏതെങ്കിലും ഒരു അറബ് രാജ്യത്തെ ലക്ഷ്യം വെക്കുമോ എന്നുള്ള ഒരു വലിയ ഭയമാണ് ട്രംപിന് ആദ്യം മുതൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ട്രംപ് അത്തരം ഒരു പ്രിക്കോഷണറി സ്റ്റെപ്പ് എടുക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ അവിടെ ചെന്ന് ഒരു തരത്തിലുള്ള പ്രൊജക്ടൈൽസും ഇറാനിൽ നിന്ന് കാര്യമായ രീതിയിൽ പൊന്തിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വന്നതിന് ശേഷമാണ് അമേരിക്ക ആ യുദ്ധത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ തയ്യാറെടുത്തുകൊണ്ട് ഒരു സെറ്റ് ഓഫ് ബോംബിംഗ് ചെയ്യുന്നത്. ഒരു സെറ്റ് ഓഫ് ബോംബിങ്ങിന് ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും ചെയ്യാൻ വേണ്ടിയാണ് അത് പരിശോധനയ്ക്കായി ഏകദേശം 12 മണിക്കൂർ വരെ വെക്കുകയും അതിനുശേഷം അത് വേണ്ട രീതിയിൽ തകർക്കാൻ സാധിച്ചു എന്ന് ഉറപ്പായ ശേഷമാണ് അവർ സീസ് ഫയർ എന്നുള്ള ഒരു പ്രപ്പോസൽ വെക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സീസ് ഫയർ എന്നുള്ള പ്രപ്പോസൽ വയ്ക്കാൻ ഇറാന്റെ ഭാഗത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കാരണം അവർക്കൊന്ന് വെടിനിർത്തി കിട്ടിയാൽ മതി. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ തുടങ്ങി വെച്ച കാര്യമുണ്ട്. അവരെ സംബന്ധിച്ച് എന്താ ആവശ്യം? അവിടെ നിന്ന് ബോംബുകൾ ഇങ്ങോട്ട് വരരുത് എന്നുള്ളതാണ്. ആറ്റം ബോംബ് അവർക്ക് ഉണ്ടാവരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം കഴിയുന്നത്ര അവരുടെ മിസൈൽ ശേഷി തകർത്ത് കളയുക എന്നുള്ളതുമാണ്. അത് കഴിയുന്നത്ര. ആണവശേഷി നിർബന്ധമായും ഫുൾ സ്റ്റോപ്പ് ഇട്ടേ പറ്റൂ. മറ്റത് കഴിയുന്നത്ര നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരെ കഴിയുന്നത്ര നശിപ്പിക്കാൻ സാധിച്ചതിൽ ലാസ്റ്റ് പോയിന്റ്, ഒരു അവസാന ദിവസം വരെ, അതുകൊണ്ടാണ് ആ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന തൊട്ടു ദിവസങ്ങളിൽ ഒരു കലാശക്കൊട്ട് പോലെ വലിയ തോതിലുള്ള ആക്രമണം 100-ലേറെ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 2 ദിവസം ചെയ്തത് എന്ന് വേണം മനസ്സിലാക്കണം. കൃത്യമായി പ്ലാൻഡ് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പം അതുകൊണ്ട് നശിപ്പിക്കപ്പെട്ടോ എന്നുള്ളൊരു ചോദ്യം ഉദിക്കുന്നില്ല. നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിന് വേണ്ട വിധത്തിൽ അത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ മാധ്യമങ്ങൾക്ക് തൃപ്തിയായില്ലെങ്കിലും ഇസ്രായേലിന് തൃപ്തിയാകുന്ന വിധത്തിൽ അത് നശിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. 2 ഹിസ്ബുള്ളയൊക്കെ ഇതിൽ ഭയങ്കര ആഘോഷത്തിലാണ്. കാരണം ഇറാൻ ജയിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഖത്തറിലുള്ള അമേരിക്കൻ ബേസിന് നേരെ 14 മിസൈലുകൾ അയക്കാൻ ഇറാന് സാധിച്ചു, അതുകൊണ്ട് ഇറാൻ ജയിച്ചു എന്നാണ് അവർ പറയുന്നത്. ഇവർ പാതാളവാസികളാണ്. ഈ കുഴി കുഴിച്ചിട്ട് ഈ പാതാളത്തിൽ പോയി ജീവിക്കുന്ന ആളുകളാണ്. അത് ഹമാസ് ആയിക്കൊള്ളട്ടെ, ഹിസ്ബുള്ള ആയിക്കൊള്ളട്ടെ, ഖമനേയി ആയിക്കൊള്ളട്ടെ, ഇത് പാതാളവാസികളാണ്. പാതാളവാസികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ സാധനം എന്നുള്ളത്.
അപ്പോൾ അത് തിന്മ മാത്രം അറിയുന്ന സാധനമാണ്. അവരെ സംബന്ധിച്ച് എപ്പോഴും ഞങ്ങൾ ജയിച്ചേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ അമേരിക്കയുടെ ബേസുകളിലേക്ക്, അമേരിക്കൻ ബേസിലേക്ക് മിസൈലുകൾ അയച്ച് അമേരിക്കയുടെ അനുവാദം ചോദിച്ചിട്ടാണ് എന്നുള്ള കാര്യം പോലും ഇവർ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് അവർ ആഘോഷിക്കുന്നു. മാത്രമല്ല ഇറാനിലും ഖമനയുടെ അണികൾ, ഖമനയെ ആരാധിക്കുന്ന മനുഷ്യർ, അവർ വലിയ ആഘോഷത്തിലാണ്. കാരണം അവരൊക്കെ പറയുന്നത് ഇറാൻ ജയിച്ചു എന്നാണ്. ആ ഡബ്രിയുടെ മുകളിൽ കൂടെ ഓടി നടന്നുകൊണ്ട്, അവിടെ തകർന്ന് കിടക്കുന്ന പൊടിഞ്ഞ് കിടക്കുന്ന സാധനങ്ങളുടെ മുകളിൽ കൂടെ ഓടി നടന്നുകൊണ്ട് അവർ പറയുന്നത് ഇറാൻ ജയിച്ചു എന്നാണ്. കാരണം ഇത് പാതാളവാസികളാണ്. ഇതിന് ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു ധാരണയില്ല. 6-ാം നൂറ്റാണ്ടിലെ പാതാള ചിന്തകളുമായിട്ട് ജീവിക്കുന്ന ഇവർക്ക് ഇന്ന് കറണ്ടായിട്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് തിരിച്ചറിയാൻ ശേഷിയില്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്ന പ്രശ്നം. ഇന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഹമാസിന്റെ പ്രശ്നം, അതായത് ഗാസയിലെ വിഷയങ്ങൾ തീരാൻ പോവുകയാണ്. കാരണം ഇറാൻ എന്ന് പറയുന്ന ആ തല അറുത്തു മാറ്റിയത് കൊണ്ട് ഇനി ഹമാസോ ഹിസ്ബുള്ളയോ അല്ലെങ്കിൽ ഹൂത്തികളോ ഒന്നും ഇനി തല ഉയർത്തുകയില്ല. കാരണം തലയ്ക്കിട്ട് അടി കിട്ടി. ഇനി എല്ലാവരും പറയുന്നത് കേട്ട മാളത്തിലിരുന്ന് കൊള്ളും. ഈ യുദ്ധത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും അപ്രതിരോധ്യമായ ശക്തിയായി അമേരിക്ക ഉയർന്നു വന്നു എന്നുള്ളതാണ്. മിഡിൽ ഈസ്റ്റിലെ രാജാവായി ഇസ്രായേൽ ഉയർന്നു വന്നു. ഇസ്രായേലിനെതിരെ ഇനി ഒരു ശബ്ദം മിഡിൽ ഈസ്റ്റ് ഉണ്ടാവില്ല. കാരണം ആകെ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിനെതിരെ കുരച്ചുകൊണ്ടിരുന്നത് ഇറാനാണ്. ആ ഇറാൻ്റെ കുറച്ച് ജില്ല പട്ടികൾ ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി എന്നൊക്കെ പറയുന്ന ആ പട്ടികളോടെ കുരച്ചുകൊണ്ടിരുന്നു. ഈ എല്ലാത്തിൻ്റെയും വായ് ഇതോടെ അടഞ്ഞു. കാരണം ആ അൽസേഷൻ പട്ടിയുണ്ടല്ലോ, കാരണം വലിയ മുന്തിയ സാധനം, അതിൻ്റെ തലയറുത്തതോടെ ഇനി അവിടെ ആരും ഇസ്രായേലിനെതിരെ സംസാരിക്കുകയില്ല. അപ്പോൾ ഇസ്രായേലിനെതിരെ ഒരു ശക്തി ഇനി അവിടെ ഇല്ല എന്ന് ഫുൾ പ്രൂഫായിട്ട് അവർ തെളിയിച്ചു. ഇനി ടർക്കി പോലും ഇസ്രായേലിന് നേരെ വാ പൊളിക്കാൻ നിൽക്കില്ല. കാരണം ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ശക്തിയാണെന്ന് അവർ പ്രൂവ് ചെയ്തു. ലോകത്തിൽ അമേരിക്കയാണ് ഏറ്റവും വലിയ ശക്തി എന്ന് അമേരിക്കയും പ്രൂവ് ചെയ്തു. മാത്രമല്ല അമേരിക്ക ഒരു നല്ല സുഹൃത്താണ് എന്ന് അമേരിക്ക പ്രൂവ് ചെയ്തു. കാരണം ഇന്ത്യ പാക് വിഷയത്തിൽ പാകിസ്ഥാന്റെ കട്ടയ്ക്ക് സുഹൃത്തായിട്ടുള്ള ചൈന ഒരു ചെറുവിരൽ പോലും അനക്കുകയുണ്ടായില്ല. അവർ ആ സമയത്ത് കൊടുത്ത ആയുധങ്ങൾക്ക് ഇരട്ടി വില വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. കാരണം അവർ ചൈന എങ്ങനെയാണ്, ബ്ലേഡ് കമ്പനിയാണ്, അവരെ എവിടുന്നാണ് ഊറ്റാൻ പറ്റുക നോക്കിയിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവര് പാകിസ്ഥാൻ അത്യാവശ്യമായി ചോദിച്ച ചില ആയുധങ്ങൾക്ക് ഇരട്ടിയും 4 ഇരട്ടിയും വില വാങ്ങിച്ചു എന്നുവരെ ഇന്ന് ഗോസിപ്പുകൾ പുറത്തിറങ്ങുന്നുണ്ട്. അതാണ് ചൈനയുടെ സഹായം. ചൈന ഈസ് നോട്ട് അറ്റ് ഓൾ എ ഫ്രണ്ട്, നോട്ട് അറ്റ് ഓൾ എ റിലയബിൾ ഫ്രണ്ട്. റഷ്യ എന്താ ചെയ്തത്? ഇറാന്റെ കട്ടയ്ക്ക് സുഹൃത്താണെന്ന് പറഞ്ഞിട്ട് കൊള്ളാവുന്നൊരു പ്രസ്താവന പോലും റഷ്യ ഇറക്കിയില്ല. അമേരിക്ക ചെയ്തത് ശരിയായില്ല എന്ന് മേശക്കടിയിലേക്ക് തലതാഴ്ത്തിയിരുന്ന് പറഞ്ഞു എന്നല്ലാതെ നെഞ്ചു വിരിച്ചതെന്ന് അമേരിക്ക ചെയ്തത് ശരിയായില്ല എന്ന് പറയാൻ പോലും റഷ്യ തയ്യാറായില്ല. ഇത് പണ്ട് റഷ്യ ഈജിപ്തിനോടും ചെയ്ത ഇതേ പണിയാണ്. 67 യുദ്ധത്തിൽ അന്ന് അവർ സ്ട്രാറ്റജിക് സുഹൃത്തുക്കളാണ്. ഈജിപ്ത് റഷ്യൻ പക്ഷത്തായിരുന്നു. അന്ന് ശീതയുദ്ധകാലത്ത് റഷ്യൻ പക്ഷത്തുനിന്ന് രാജ്യമാണ് ഈജിപ്ത്. ആ രാജ്യം ഇസ്രായേലിന് മുമ്പിൽ ഇസ്രായേൽ അവരുടെ മുഴുവൻ വിമാനങ്ങളെയും മുൻകൂട്ടി അടിച്ചു തകർത്ത് യുദ്ധം തുടങ്ങിയത് ശരിക്കും അറബ് രാജ്യങ്ങളാണ്. പക്ഷേ അറബ് രാജ്യങ്ങൾ യുദ്ധം തുടങ്ങിയെങ്കിലും അവർ മസലൊക്കെ പിടിച്ച് വന്നപ്പോഴത്തേക്കും ഇസ്രായേൽ പറന്നെത്തി അവരുടെ വിമാനങ്ങളെ മുഴുവൻ നിലത്തിട്ട് തന്നെ നശിപ്പിച്ചു കളഞ്ഞു. ഇസ്രായേലിനുള്ളതിന് 4 ഇരട്ടി വിമാനങ്ങൾ ഉണ്ടായിരുന്ന ഈജിപ്തിൻ്റെ മുഴുവൻ വിമാനങ്ങളും ഇസ്രായേൽ 4 സോർട്ടീസ് പറന്നെത്തിയാണ് നിലത്തിട്ട് ഒരെണ്ണം പോലും പൊങ്ങാൻ പറ്റാത്ത രീതിയിൽ നശിപ്പിച്ചു കളഞ്ഞത്. അങ്ങനെ തോറ്റമ്പ് എന്ന ഇസ്രായേൽ ഈജിപ്ത് സഹായത്തിന് വേണ്ടി റഷ്യയെ നോക്കി കരഞ്ഞപ്പോൾ റഷ്യ ബാധയ്ക്ക് തിരിഞ്ഞു നോക്കിയില്ല. നേരെ മറിച്ച് അമേരിക്കയും ഫ്രാൻസും അന്ന് റഷ്യയെ സഹായിക്കാറുണ്ടായിരുന്നു. ബ്രിട്ടൻ ഉണ്ടായിരുന്നു. അവരെ സുഹൃത്തുക്കളായി കൂടുതൽ സഹായിച്ചു. ഇസ്രായേൽ ആ യുദ്ധത്തിൽ സമ്പൂർണ്ണ വിജയം നേടി. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. അമേരിക്കയുടെ സുഹൃത്തായിട്ടുള്ള ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി വന്നു. അവർ വേണ്ട വിധത്തിലുള്ള സഹായങ്ങൾ നൽകി ഇസ്രായേൽ സമ്പൂർണ്ണ വിജയം നേടി. നേരെ മറിച്ച് റഷ്യ നോക്കി വന്നു. അപ്പോൾ ലോകത്തിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു രാജ്യം മാത്രമേ ഉള്ളൂ, അത് അമേരിക്കയാണ് എന്നുള്ളത് പലവട്ടം തെളിയിച്ചു. നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ വിഷയങ്ങളിൽ നമ്മൾ അമേരിക്കൻ ചേരിയിൽ നിൽക്കുന്ന രാജ്യമൊന്നുമല്ല. അതുകൊണ്ട് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഡിപ്ലോമസി ഇതിനകത്ത് പെടുത്തരുത്. ഇനി ഈജിപ്ത് അങ്ങനെ റഷ്യൻ അതോടുകൂടി ആ യുദ്ധത്തിന് ശേഷം ഈജിപ്ത് അമേരിക്കൻ പക്ഷത്ത് ചേരുകയാണ് ചെയ്തത്. ഇന്ന് ഈജിപ്ത് അമേരിക്കൻ പക്ഷത്തുള്ള ഒരു രാജ്യമാണ്. ഇനി ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് എല്ലാ അറബ് രാജ്യങ്ങളും അമേരിക്കയുടെ മുൻപിൽ സാഷ്ടാംഗം വീഴും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പണ്ട് ഈജിപ്ത് റഷ്യൻ പക്ഷത്ത് നിന്ന് മാറി വന്നതുപോലെ മോസ്റ്റ് പ്രോബബ്ലി ഇറാനും റഷ്യൻ പക്ഷത്ത് നിന്ന് പറഞ്ഞ് അമേരിക്കൻ പക്ഷത്ത് തന്നെ വന്ന് നിൽക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. കാരണം ഇനി ഇവർക്കാർക്കും യാതൊരു തരത്തിലുള്ള വോയിസും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ഇറാനിൽ ഇതിനകത്തുണ്ടാകുന്ന പൊളിറ്റിക്കൽ കോൺസിക്വൻസ് എന്താണെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അതിന് സമയമെടുക്കും. പൊളിറ്റിക്കൽ കോൺസിക്വൻസ് വരാൻ വേണ്ടി 1, 2, 3 മാസം എടുക്കും. അങ്ങനെ ഇറാൻ്റെ എയറിൽ നിന്ന് ഇസ്രായേലിൻ്റെ എയർഫോഴ്സ് തിരിച്ചു പോകുന്നു എന്നുള്ളത് നേരാണ്. പക്ഷേ മൊസാദ് ഗ്രൗണ്ടിൽ തന്നെ ഉണ്ട്. മൊസാദ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നിട്ടില്ല. അപ്പോൾ അവർക്ക് ചെയ്യാവുന്ന പണി അവരവരുടെ ചെയ്യും. അതിൻ്റെ കോൺസിക്വൻസുകൾ എന്താണെന്നുള്ളത് അറിയാൻ ഇനിയും ദിവസങ്ങളെടുക്കും. ഒരു ദിവസങ്ങളല്ല, മാസങ്ങളെടുത്താലേ
ഈ വിഷയം നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഈ യുദ്ധത്തിലെ വലിയ വിജയം ട്രംപിനെ അങ്ങേറ്റം സന്തുഷ്ടനാക്കി എന്നുള്ളത് ഇതിനെ നാറ്റോ യോഗത്തിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ചേഷ്ടകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അയാൾ അതീവ തന്ത്രജ്ഞനായിട്ടുള്ള മനുഷ്യനാണ്. പക്ഷേ അയാളുടെ തന്ത്രങ്ങൾ അയാളൊരു തറ ലെവലിലാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. തനി കച്ചവടക്കാരുടെ ലെവലിലാണ്. നമ്മൾ സാധനത്തിന് വില പറയുന്നു, വില പറയേണ്ട അത് വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു, പിന്നെയും കയറി വന്നൊരു വില പറയുന്നു, വീണ്ടും വേണ്ടാന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ളൊരു തറ ലെവലിലുള്ള ഡീലിംഗ് ആണ് ട്രംപ് ചെയ്യുന്നത്. പക്ഷേ അപാര തന്ത്രജ്ഞനായിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും ഒരു തരത്തിലും മനസ്സിലാവില്ല. ചെയ്യാനുള്ള കാര്യം അദ്ദേഹം നിശ്ചയമായും ചെയ്തിരിക്കും. അതാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനി ഇദ്ദേഹം യുക്രൈൻ വാറിൽ കുറച്ചുകൂടി കൂടുതൽ ഇടപെടാനാണ് സാധ്യത. കാരണം റഷ്യ ഈ ഇറാൻ യുദ്ധത്തിലുള്ള റഷ്യയുടെ നിലപാടിൽ നിന്ന് റഷ്യ ഒരുപാട് അതിൻ്റെ ക്ലൗട്ട്, ഒരു രാജ്യത്തിൻ്റെ ക്ലൗട്ട് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്, അത് ഒത്തിരി പുറകോട്ട് പോയിട്ടുണ്ട്. അപ്പം ഉക്രൈനിൽ റഷ്യ പതിയെ ഇനി അമേരിക്ക പറയുന്നത് കേൾക്കാനാണ് സാധ്യത. പൂർണ്ണമായും കേൾക്കുന്നതല്ല. നെഗോസിയേഷൻ ടേബിളിൽ ഇനി റഷ്യയുടെ ശബ്ദത്തിന് പഴയ വെയിറ്റ് ഉണ്ടാവുകയില്ല എന്നും മനസ്സിലാക്കണം. ഈ യുദ്ധത്തിലെ റിസൾട്ട് ഉക്രൈൻ യുദ്ധത്തെയും ബാധിക്കും. വലിയ താമസിയാതെ ആ യുദ്ധവും തീരാനാണ് സാധ്യത.